ഈശോയിൽ സ്നേഹമുള്ള അച്ഛന്മാരെ, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മുടെ ഇന്നത്തെ സുവിശേഷ വായനയിൽ ഈശോ എന്തൊരു കളവറാണ് അല്ലേ? ഈശോ എന്തൊരു കളവറാണ്. അവർ ചോദിച്ച ചോദ്യത്തിന് അവരെ പേടിച്ചോ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിഷ്കളങ്കമായിട്ടൊന്നും അതിന് മറുപടി പറയാൻ ഈശോ ശ്രമിക്കുന്നില്ല. ഈശോ അവരോട് ഒരു ചോദ്യം ചോദിക്കാൻ, അതിന് മറുപടി പറയുകയാണെങ്കിൽ ഞാനും മറുപടി പറയാം. അതങ്ങനെ പെട്ടെന്ന് നനച്ചിരിക്കാത്ത നേരത്ത് വരുന്ന ചോദ്യമാണ്. പക്ഷെ എന്നിട്ടും ഈശോ എത്ര മനസാന്നിധ്യം നിലനിർത്തിക്കൊണ്ട് ഈശോ അവരോട് പെരുമാറുന്നത്. ഈശോയെ വിഷമിപ്പിച്ചൊരു കാര്യമാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സംഭവം നമ്മൾ ഈ ദിവസങ്ങളിൽ അലട്ടുന്നൊരു കാര്യമാണെങ്കിൽ നമ്മുടെ സംസാരങ്ങളിലൊക്കെ അത് വരും. ആരോടെന്ത് പറഞ്ഞാലും നമ്മളെ ഏറ്റവും കൂടുതൽ അലട്ടുന്നൊരു കാര്യം നമ്മുടെ വർത്തമാനത്തിൽ വരും, ഉറപ്പായിട്ടും വരും. അപ്പോൾ ഈശോ ദേവാലയത്തിൽ പഠിപ്പിച്ച് കൊണ്ടിരിക്കുമ്പോഴാണ് പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും വന്നിട്ട് ചോദിക്കുന്നത്, എന്തധികാരത്താലാണ് ഇത് ചെയ്യുന്നത്? അപ്പോൾ ഈശോയ്ക്കൊരു വിഷമം ഇങ്ങനെ നിൽക്കുകയാണ്. ഈശോ പോലും പോയി മാമോദീസ സ്വീകരിച്ചത്, സാമാന്യ ജനങ്ങളും ചുങ്കക്കാരും പോയി മാമോദീസ സ്വീകരിച്ചത് സ്നാപക യോഹന്നാനിൽ നിന്ന്. അപ്പോൾ ഇവർ അതൊന്നും സ്വീകരിക്കാതെ ഇവർ നല്ല കാര്യം, വലിയ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നതെന്ന് വിചാരിച്ച് നടക്കുന്നവരോട് ഈശോയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഉള്ളിലൊരു വിഷമം. അതുതന്നെ ആയിരിക്കണം ഈശോ ഇതിന് മറുപടി പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. അപ്പം അവർ അതിനേക്കാളും കളവറാണ്. അവർ സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞ യോഹന്നാൻ്റെ മാമോദീസ എവിടെ നിന്നാണെന്നാണ് ചോദ്യം. അതിന് മറുപടി പറഞ്ഞാൽ അപ്പോൾ സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ, രണ്ട് ഓപ്ഷൻസാണ്. അപ്പം സ്വർഗത്തിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്നൊരു ചോദ്യം വരും. അപ്പോൾ അവർ പരസ്പരം ആലോചിക്കുകയാണ്. ഇനി മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യ ജനങ്ങളും മറ്റു വിശ്വാസികളും അവർ പോയി സ്നാപയോഹന്നാൻ കൊടുത്ത മാമോദീസ സ്വീകരിച്ചവരാണ്. അവരത് സ്വർഗത്തിൽ നിന്ന് എന്ന നല്ല ബോധ്യത്തോടെ വിശ്വസിക്കുന്നവരാണ്. അപ്പം അവരുടെ മുമ്പിൽ സ്നാപയോഹന്നാൻ്റെ മാമോദീസ വെറും മനുഷ്യരിൽ നിന്നാണ്, അത് ഭൂമിയിൽ അത് ചില്ലറ കാര്യമാണ്, അതിനൊരു വിലയില്ലാത്ത കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ വെറുതെ വിടുവോ? ഇപ്പം ജനങ്ങളെ അവർ ഭയപ്പെട്ടു. അപ്പോൾ അവർ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് മറുപടി പറയും, ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഇത് വളരെ കളവറായിട്ടുള്ളൊരു മറുപടിയാണ്. നമുക്ക് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഡിപ്ലോമാറ്റിക്കായിട്ട് മറുപടി ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറയുമോ? ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് നിങ്ങൾ പറയുമോ? പരിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ടോ? ഈശോ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചോ ഇല്ലയോ? ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറയുമോ? ഇത് ഒരുക്കുന്നത് കണ്ടില്ലേ? മനുഷ്യാവതാര രഹസ്യം. പരിശുദ്ധമ്മ ഈശോയുടെ അമ്മയാണ്, ദൈവത്തിൻ്റെ അമ്മയാണ്. ഏതെങ്കിലും അങ്ങനെ മാതാവിൽ വിശ്വസിക്കാത്ത ഒരാൾ വന്നിട്ട് പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ അമ്മയാണോ അല്ലയോ? ആണ് എന്ന് നിങ്ങൾക്ക് തർപ്പിച്ച് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്ന് പറയുമോ? ഈ ഭൂമിയിലെ കാര്യങ്ങളിൽ ഒരുപക്ഷെ നമുക്കറിഞ്ഞുകൂടാ എന്ന് നമ്മൾ പറയേണ്ടി വരും. കുറച്ച് ഡിപ്ലോമസിയൊക്കെ നമുക്ക് വേണം. എല്ലാം ഇങ്ങനെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുറന്ന പുസ്തകം പോലെ നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ നമ്മളെ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കൊരു കെണിയായി മാറാൻ സാധ്യതയുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 8-ാം അധ്യായം 19-ാം വാക്യം, എല്ലാവരോടും എല്ലാം തുറന്ന് പറയരുത്, അത് നിൻ്റെ സന്തോഷം കെടുത്തിയേക്കാം. അതിരാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നൊരു കുട്ടി നീ പഠിച്ചോ എന്ന് കൂട്ടുകാരത്തി ചോദിച്ചാൽ, ഞാൻ പഠിച്ചു, ഞാനിന്ന് 4:30 മണിക്ക് എഴുന്നേറ്റ് പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
നീ 4:30 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കുമല്ലേ, ഓ ഭയങ്കര പഠിത്തമാണല്ലോ നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു തന്ത്രമാണ്. നമ്മുടെ തന്ത്രമാണല്ലോ രാവിലെ എഴുന്നേറ്റ് പഠിക്കുക. തന്ത്രം വെളിപ്പെടുത്തരുത്. വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അസൂയ വരാൻ സാധ്യതയുണ്ട്. അസൂയ വരും. അസൂയ നല്ല കാര്യമല്ല. ഒരു 2 ബേക്കറികൾ തൊട്ടടുത്തുണ്ടെന്ന് കരുതുക. ഒരു ബേക്കറിക്ക് ആളുകളെ, കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ പറ്റിയ എന്തെങ്കിലും തന്ത്രങ്ങൾ ഉണ്ടാകാം. അതവരാരോടും പറയില്ല, വെളിപ്പെടുത്തിയല്ല. അപ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഡിപ്ലോമസി വേണം. ഡിപ്ലോമസി ഇല്ലാതെ എല്ലാം തുറന്ന് എല്ലാവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി നടത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡിപ്ലോമസി വേണം. നമ്മുടെ കാര്യങ്ങൾ ഡിപ്ലോമസി വേണം. ഒരു പയ്യൻ, അവൻ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കുമായിരുന്നു. ഇപ്പം രാത്രി അവൻ്റെ മുറിയിൽ 12 മണിയൊക്കെ ആകുമ്പോഴേ ഈ ലൈറ്റ് കാണുമ്പോഴും അടുത്തുള്ള വീട്ടിലെ അതുപോലെ പഠിക്കുന്നൊരു കുട്ടിയുടെ അമ്മ ഇവൻ്റെ അമ്മയോട് ചോദിച്ചു, മകൻ രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കുകയാണല്ലേ, ഭയങ്കര പഠിത്തമാണല്ലേ എന്നവർ ചിന്തിച്ചങ്ങനെ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അവൻ്റെ പരീക്ഷയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. എന്നിട്ട് പള്ളി വന്നിട്ട് പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ച് അച്ഛൻ വന്ന് വീട് വെഞ്ചരിച്ചതിന് ശേഷമാണ് പിന്നെ അത് സോൾവ് ആയത്. അപ്പോൾ നമ്മളെ അധികം അങ്ങനെ കാണിച്ചു കൊടുക്കരുത്, പ്രൊജക്റ്റ് ചെയ്യരുത്. ഈശോയുടെ ഒരു ഗുണമാണ് പ്രദർശനപരത ഇല്ലായ്മ. ഈശോ ഒരു അത്ഭുതം പ്രവർത്തിച്ചിട്ട് പറയല്ലേ, ആരോടും പറയരുത് അല്ലേ? ഈശോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമല്ലേ? പ്രദർശനപരത ഇല്ലായ്മ, നമ്മളെ തന്നെ കാണിച്ചു കൊടുക്കരുത്. മകൻ്റെ ഒരു കല്യാണം അല്ലെങ്കിൽ മകളുടെ ഒരു കല്യാണം, ആദ്യം ഒരു ആലോചന വന്ന ഉടനെ നാട്ടുകാരോട് മൊത്തം പറയരുത്, അത് മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. മകനോ മകളോ വിദേശത്ത് പോകുന്ന കാര്യം, അത് ഒരു കാര്യം വരുമ്പോൾ തന്നെ ഒരു വൻപ് പറയുന്നത് പോലെ, എന്തോ നല്ല മേന്മ പറയുന്നത് പോലെ എല്ലാവരോടും പറഞ്ഞ് നടക്കരുത്. ചിലപ്പോൾ നടക്കില്ല, ആ സംഭവം നടക്കില്ല. അപ്പോൾ ഒരു ഡിപ്ലോമസി നമുക്ക് വേണം. പക്ഷേ ഇന്ന് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന് മുമ്പിൽ ഡിപ്ലോമസി വേണോ? സ്വന്തം അമ്മയുടെ മുമ്പിൽ ഡിപ്ലോമസി വേണോ? സ്വന്തം അപ്പൻ്റെ മുമ്പിൽ ഡിപ്ലോമസി വേണോ? നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്ക് ഡിപ്ലോമസി വേണോ? ദൈവത്തിൻ്റെ മുമ്പിൽ നിനക്ക് അറിഞ്ഞുകൂടാ എന്നിനി പറയാൻ പറ്റുമോ? ദൈവിക കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയാൻ പറ്റുമോ? ഇന്നലെ നമ്മൾ ധ്യാനിച്ചൊരു വചനമാണ്. ഇന്നലെ കുർബാനയ്ക്കുണ്ടായവർ അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല. ഓക്കെ, അറിവുകേട് കുഴപ്പമില്ല, അറിവുകേട് അഭിനയിക്കാൻ പാടില്ല. അറിവുകേട് അഭിനയിച്ചാൽ അത് വലിയ ഗുരുതരമായ ഒരു വീഴ്ചയാണ് ദൈവത്തിന് മുമ്പിൽ. എനിക്ക് ഞായറാഴ്ച പള്ളി പോകണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യ കുർബാനയും കഴിഞ്ഞ് സ്ഥൈര്യലേപനവും കഴിഞ്ഞ് വിശുദ്ധ വിവാഹവും കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾ എനിക്ക് ഞായറാഴ്ച പള്ളി പോകണമെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്തരം ഡിപ്ലോമസി ദൈവത്തിൻ്റെ മുമ്പിൽ, സഭയുടെ മുമ്പിൽ വില പോകില്ല. എനിക്കൊന്നും അറിയില്ലായിരുന്നു, പിന്നെ എന്തിനാണ് ഇവിടെ ജീവിച്ചത്? കർത്താവിനെ അറിഞ്ഞൊരാൾ കർത്താവിന് അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇല്ലേ ചില കാര്യങ്ങളിൽ നമ്മളങ്ങനെ പറയും. അത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ ഡിപ്ലോമസി പറ്റുകയില്ല. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അത് 19 മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. ഒരു ക്യാൻസർ രോഗം മാറിയ ഒരാൾക്ക് ഇനിയൊരു ദൈവാനുഭവം വേണോ? ദൈവം അനുഗ്രഹിച്ചിട്ട് ക്യാൻസർ രോഗം മാറിയ ഒരാൾ ഇനിയും എനിക്ക് ദൈവം അനുഭവിച്ച ഒരു ദൈവം തൊട്ടാൽ മാത്രമേ ഞാൻ ഇനി വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു തെറ്റാണ്.
ദൈവം വഴി നടത്തിയ എത്രയോ അനുഭവങ്ങളുണ്ട്. ദൈവം രക്ഷിച്ച എത്രയോ അനുഭവങ്ങളുണ്ട്. ഒന്ന് കരമുയർത്താവ്. എന്നെ ദൈവം ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്നൊരു പ്രതിസന്ധി എന്നെ ദൈവം രക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളവരെന്ന് കരമുയർത്തിക്കുക. എന്നെ ദൈവം രക്ഷിച്ചിട്ടുണ്ട്. എത്ര കരങ്ങളാണ് ഉയർത്തിയിട്ടുള്ളത്? എന്നെ ദൈവം രക്ഷിച്ചിട്ടുണ്ട്. ഇനി ആ രക്ഷിച്ച ദൈവത്തിന് മുമ്പിൽ ഇനിയും ഒരു അനുഭവം വേണമെന്ന് വാശി പിടിക്കാവോ? ഇനി എനിക്കൊരു അനുഭവം ഉണ്ടായാലേ ഞാൻ നിൻ്റെ കൂടെ നിൽക്കണമെന്ന് പറയാവോ? ഇനിയും എനിക്കൊരു അനുഭവം വേണം, അല്ലെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോവും എന്ന് പറയാവോ? ദൈവം എല്ലാം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ ദൈവം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അനുഭവത്തിലൂടെ അനുഭവിക്കാൻ സാധിക്കുന്നതൊക്കെ ഈ കാലം അത്രയും കൊണ്ട് ദൈവം നമ്മളെ അനുഭവിക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒഴികഴിവില്ല. വചനം പറയുന്നതാണ്, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യമാണ്. അതുകൊണ്ട് അവർക്കൊഴികഴിവില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അപ്പോൾ ഈശോയുടെ വേദന അതാണ്. ഈശോയുടെ വേദന അതാണ്. അവരുടെ ചോദ്യം, അതിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ഈശോ വന്ന് മുമ്പിൽ നിന്നിട്ട് പോലും അവർക്ക് ഈശോയെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതാണ് ഈശോ മറുചോദ്യം ചോദിച്ചത്. എങ്കിൽ ഞാനും നിങ്ങളോട് പറയുന്നില്ല. ഈശോ സിമ്പിളായിട്ട് വിട്ടുകളഞ്ഞത് കണ്ടോ? നമ്മളും അങ്ങനെ വാശി പിടിക്കുകയാണെങ്കിൽ, ദൈവത്തിന് മുമ്പിൽ ഡിപ്ലോമസി കാണിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ സിമ്പിളായിട്ട് വിട്ടുകളയും. അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ ഡിപ്ലോമസി പാടില്ല മക്കളെ. നമുക്കതുകൊണ്ട് ധ്യാനിക്കാം. പരിശുദ്ധ മറിയത്തെയും നമ്മുടെ വിശുദ്ധരെ എല്ലാം നമുക്ക് കൂട്ടുപിടിക്കാം. 17-ാം തീയതി മുതൽ ക്രിസ്മസിന് പ്രത്യേകമായിട്ട് ഇൻറ്റൻസീവായിട്ട് ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. പറ്റുമെങ്കിൽ 17-ാം തീയതി മുതൽ 25-ാം തീയതി വരെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ദൈവാനുഗ്രഹങ്ങൾ ചോദിക്കുക, ക്രിസ്മസ് ഗിഫ്റ്റ് ചോദിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.